ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി 18-കാരനായ നഥാൻ തോമസ്. 18 വയസ്സും 346 ദിവസവും പ്രായമുള്ളപ്പോൾ അമേരിക്കയിലെ മിയാമി ഡെഡ് കോളേജിൽ എഞ്ചിനീയറിംഗ് അധ്യാപകനായി ചുമതലയേറ്റാണ് നഥാൻ ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. 1717 19-ാം വയസ്സിൽ പ്രൊഫസറായ സ്കോട്ടിഷ് ഗണിതശാസ്ത്രജ്ഞൻ കോളിൻ മക്ലോറിന്റെ 306 വർഷം പഴക്കമുള്ള ചരിത്ര റെക്കോർഡാണ് ഇതോടെ തകർന്നത്. 14-ാം വയസ്സിൽ ഫ്ലോറിഡ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന നഥാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയിരുന്നു. താൻ പഠിച്ച കോളേജിൽ തന്നെ തിരികെ എത്തി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുക്കുക എന്നത് നഥാൻ നിലവിൽ അധ്യാപനത്തോടൊപ്പം നിയമബിരുദ പഠനവും തുടരുന്നുണ്ട്. പാറ്റന്റ് നിയമരംഗത്തും സാങ്കേതിക വിദ്യ മേഖലയിലും സേവനമനുഷ്ഠിക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഈ യുവ പ്രൊഫസർ വ്യക്തമാക്കി. കാലാവസ്ഥ മുന്നറിയിപ്പുകൾ കാരണം കടലിൽ പോകാൻ കഴിയാതെ വരുമാനം നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക ഗണ്യമായി വർദ്ധിപ്പിക്കണമെന്ന് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ നൽകുന്ന ആശ്വാസധനം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിനും യഥാർത്ഥ വരുമാന നഷ്ടത്തിനും യാതൊരു വിധത്തിലും ആനുപാതികമല്ലെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. തൊഴിലാളികളുടെ ശരാശരി ദിവസ വരുമാനവും വിലക്കയറ്റവും പരിഗണിച്ച് നഷ്ടപരിഹാര തുക അടിയന്തരമായി പുനർനിശ്ചയിച്ച് വിതരണം ചെയ്യണമെന്ന് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ജോസഫ് ജൂഡും ഡയറക്ടർ ഫാദർ ഡോക്ടർ സെലസ്റ്റിൻ പുത്തൻപുരയ്ക്കലും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. കടലിൽ അപകടത്തിൽപ്പെടുന്നവരെയും കാണാതാകുന്നവരെയും കണ്ടെത്തുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാനതല മറൈൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ ഉടൻ സ്ഥാപിക്കണം. സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഏഷ്യയിലെ വിവിധ സാംസ്കാരിക സാമൂഹിക ചുറ്റുപാടുകളിൽ സുവിശേഷം എത്തിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചെന്നൈയിൽ മിഷണറി സിംപോസിയം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 1-2 തീയതികളിൽ ചെന്നൈ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലാണ് പ്രഥമ ഏഷ്യൻ ഫ്രാൻസിസ്കൻ മിഷണറി സിംപോസിയം നടന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃകയിൽ ഇന്ന് ഏഷ്യയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന പ്രമേയം. പൊന്തിഫിക്കൽ മിഷൻ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കൂട്ടായ്മയായ ഏഷ്യൻ ഫ്രാൻസിസ്കൻ മിഷനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം ഒരുക്കിയത്. വെല്ലൂർ രൂപതാ മെത്രാൻ ബിഷപ്പ് അംബ്രോസ് പീച്ചേമുത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം വിശുദ്ധ തോമസ് ശ്ലീഹായുടെ കല്ലറയിലേക്കുള്ള തീർത്ഥാടനത്തോടെയാണ് സമാപിച്ചത്. സന്യാസ സമൂഹങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ ഉപദേശകയായി സിസ്റ്റർ മരിയ നിർമ്മലിനിയെ ലിയോ 14 പാപ്പ നിയമിച്ചു. അപ്പസ്തോലിക് ലൈഫ് സൊസൈറ്റികളുടെയും സമർപ്പിത ജീവിത സമൂഹങ്ങളുടെയും ചുമതലയുള്ള വത്തിക്കാൻ വിഭാഗത്തിലാണ് 5 വർഷത്തെ കാലാവധിയിൽ സിസ്റ്റർ സേവനമനുഷ്ഠിക്കുക. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഔദ്യോഗിക രേഖയിലാണ് ഈ പ്രമുഖ നിയമനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സന്യാസ സമൂഹങ്ങളുടെ പ്രവർത്തനം, ഭരണം, സുവിശേഷ ദൗത്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വത്തിക്കാനെ സഹായിക്കുകയാണ് ഈ പദവിയുടെ പ്രധാന ചുമതല. ഇന്ത്യൻ ക്രൈസ്തവ സഭയ്ക്കും സമർപ്പിത സമൂഹത്തിനും വലിയ ആദരവും അംഗീകാരവുമാണ് ഈ നിയമനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. ആഗോള സഭയിലെ വനിതാ സന്യാസിനികളുടെ പങ്കാളിത്ത ഭരണവും ശക്തിപ്പെടുത്തുന്നതിൽ ഈ തീരുമാനം ഏറെ നിർണായകമാണ്. ന്യൂയോർക്കിലെ ബ്രുക്ലിൻ രൂപതയ്ക്ക് കീഴിലുള്ള സാന്റാ റീറ്റ കത്തോലിക്ക ദേവാലയത്തിന് നേരെ അക്രമികളുടെ ആക്രമണം. പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം അക്രമികൾ തകർത്തു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഈ ദേവാലയത്തിന് നേരെ നടക്കുന്ന 4ാമത്തെ ആക്രമണമാണിതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മതവിദ്വേഷം മുൻനിർത്തിയുള്ള കുറ്റകൃത്യമായി കണക്കാക്കിയാണ് ന്യൂയോർക്ക് പോലീസ് നിലവിൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. പള്ളിക്കും വിശ്വാസികൾക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങളിൽ പ്രദേശവാസികളായ ക്രൈസ്തവ സമൂഹം വലിയ പ്രതിഷേധവും ആശങ്കയും രേഖപ്പെടുത്തി. അക്രമികളെ എത്രയും വേഗം കണ്ടെത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബ്രുക്ലിൻ രൂപത അധികൃതർ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.